ആലത്തൂരിലെ മുൻ എം പി രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി എന്നെഴുതിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിൻ്റെ പേരിലാണ് പോസ്റ്റർ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. പറയൂ സൂരജ് സജി, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ആലത്തൂരിലെ മുൻ എം പി കൂടിയായ രമ്യ ഹരിദാസിനെതിരെ മണ്ഡലത്തിൽ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. രമ്യ ഹരിദാസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം തുടങ്ങി എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകളെല്ലാം സജീവമായി നിലനിൽക്കുകയാണ്. ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി എന്ന തരത്തിൽ ഇപ്പോൾ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചേലക്കരയിൽ പുറമേ നിന്നൊരാൾ മത്സരത്തിന് വരേണ്ട എന്ന തരത്തിലാണ് ഈ പോസ്റ്റർ എഴുതിയിരിക്കുന്നത്. ചേലക്കരയിൽ ഒട്ടിച്ച് ഈ പോസ്റ്റർ പറയുന്ന സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. ചേലക്കര ടൗണിലെ കോൺവെന്റ് സ്കൂളിന് എതിർവശമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസ് വരുമെന്ന തരത്തിലുള്ള സജീവമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രമ്യക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പാലക്കാട് DCC പ്രസിഡന്റ് അടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വേളയിൽ രമ്യ ഹരിദാസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന പരസ്യ വിമർശനം തന്നെ ഉയർത്തിയിരുന്നു. ഇതിൽ അതായത് രമ്യ ഹരിദാസ് ഈ ആലത്തൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ പരസ്യ പോസ്റ്റർ കൂടി രംഗത്ത് വന്നിരിക്കുന്ന SK. ഓക്കെ, താങ്ക് യു സൂരജ് സജി.